വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലിട്ട് വേവിക്കണം. ഒരു 5-6 വിസിലൊക്കെ വേണ്ടി വരും മട്ടൺ വേവാനായിട്ട്. ഒരു 5-6 വിസിൽ വന്ന ശേഷം വെന്തില്ലെങ്കിൽ പിന്നെയും 1-2 വിസിലടിക്കേണ്ടി വരും. അത് ഓരോ മട്ടനും ഓരോ ടൈപ്പായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങ് കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഉരുളക്കിഴങ്ങ് തീരെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ വലിയ പീസസായി കട്ട് ചെയ്തിട്ടാൽ മതി. നന്നായി വെന്തോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഈ സ്റ്റൂവിൽ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കുകയാണ്. ഈ മട്ടൺ വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കാം. ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ മട്ടൺ വേവുന്ന സമയം കൊണ്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞു വെക്കാം. കൂടെ തന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളകും അരിഞ്ഞു വെക്കാം. ഈ മട്ടൺ ഇപ്പോൾ ഒരു 6 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് വെന്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 3-4 ഗ്രാമ്പു ചേർക്കുക. ഒരു വയന ഇലയും കൂടെ ചേർക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർത്താലും മതി. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ 2 സവാള കൂടെ ചേർക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഇത് നന്നായി വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടെ ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണുള്ളത്. വെളുത്തുള്ളി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചി എടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. 1 മിനിറ്റ് നേരം കൂടി ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാത്രം എടുത്ത് ഇതിലേക്ക് ചേർക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കണം. ഇത് മട്ടൻ്റെ കൂടെ വേവാനിട്ടത് കൊണ്ട് തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നന്നായി ഉടഞ്ഞു കിട്ടും. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ മട്ടൻ്റെ കൂടെ തന്നെ വേവാനിട്ടത് കാരണം ആ മട്ടൻ്റെ ഒരു ഫ്ലേവർ കൂടി ഇതിന് വന്നിട്ടുണ്ടാവും. ആവശ്യത്തിന് ഉപ്പും ആ കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഈ ഉരുളക്കിഴങ്ങിനെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മുഴുവൻ നന്നായി ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർക്കാം. ഞാൻ ഈ വേവിച്ച വെള്ളം ചേർക്കാറില്ല. അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഈ വെള്ളം ചേർക്കണമെന്നില്ല. അതിൻ്റെ കൊഴുപ്പൊക്കെ അതിനകത്ത് പോയി കിട്ടും. പക്ഷെ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുകയാണ്. ഇത് ഒരു തേങ്ങയുടെ പാലാണ്. ഞാൻ 1-ാം പാലും 2-ാം പാലും വേറെ വേറെ എടുത്തിട്ടില്ല. എല്ലാം കൂടെ ഒന്നിച്ചെടുത്തതാണ്. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാൽപ്പൊടി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി ചേർത്താലും മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് കൂടെ ചേർക്കുകയാണ്. ഈ ഗരം മസാലയുടെ അളവ് കൂടരുത്. വെറും 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വളരെ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.